സമയം ഏകദേശം ഒരു 8-8:30 ആയിട്ടുണ്ടാവും. അതായത് 2 ദിവസം ദൈവത്തിന് മുന്നിൽ വെച്ച നമ്മുടെ പുസ്തകങ്ങളുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാനുള്ള സമയം. പുസ്തക പൂജ എന്ന് പറയെങ്കിലും പ്രധാനമായിട്ടും ഇത് ആയുധപൂജയാണ്. ഇന്ന് ദൈവത്തിനെയും കാണണം, 1-2 വഴിപാടും കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മളപ്പോൾ ദൈവം മറന്നുപോയാലോ. ആയുധപൂജയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ മൺവെട്ടിയും സംഭവം ഒന്നും ചോദിക്കരുത്, ചിലങ്ക ഉണ്ടായിരുന്നു മെയിനായിട്ട് പുസ്തകം. ഈ പരിപാടി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അവൻ്റെ അടിക്കുള്ള തുടക്കമാണെന്ന് അവൻ ഇപ്പോഴേ മനസ്സിലാക്കാതെ പോയി. പക്ഷെ നമുക്കറിയാലോ, ഇപ്രാവശ്യം പുസ്തകത്തിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. കാരണം കോളേജും കഴിഞ്ഞ് പണിക്ക് പോകുന്നവരുടെ എണ്ണം കൂടിയതാണെന്നാണ് കലശലായ റിപ്പോർട്ട് പറയുന്നത്. ഞാനും ഇതുപോലെ എഴുതിയിട്ടില്ല ചെറുപ്പത്തിൽ. അതിൻ്റെ പൂതി ഇപ്പോഴാണ് തീർക്കാമെന്ന് വിചാരിച്ച്. അവസരം ഓസിക്ക് മുന്നിൽ വന്ന് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മിസ് ചെയ്യുക. അത് കഴിഞ്ഞ് അമ്പലത്തിൽ ഇറങ്ങാൻ നേരമായപ്പം ഇപ്രാവശ്യം നേരത്തെ പുസ്തകം കൊടുത്ത് അവിടെ ഉള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് വെക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. താഴെ വൈകി വരുന്നവർക്ക് അവിടെ നിന്ന് എടുക്കാം. അതും കഴിഞ്ഞ് ഒരു പായസം പ്രതീക്ഷിച്ച് വന്ന എനിക്ക് അവല് കുറച്ചതാണ് കിട്ടിയത്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. വിശന്നിരുന്നത് കൊണ്ടാണോ ഇനി പ്രസാദത്തിന്റെ ടേസ്റ്റ് ആണെന്നല്ല.